നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പബ്ലിക് പൾസിലേക്ക് സ്വാഗതം. ആളുകൾ എന്ത് കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം എന്നൊക്കെയുള്ളത് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മൾ എന്ത് കഴിക്കണം, എന്തുടുക്കണം, അല്ലെ, എവിടെ താമസിക്കണം, എന്ത് ജോലി ചെയ്യണം എന്നൊക്കെ പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലത്ത് കൊട്ടാരക്കരയിൽ ഒരു സംഭവമുണ്ടായി. ഈ നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഥമ അധ്യാപികയെ അവർ ചുരിദാർ ഇട്ടു വന്നു എന്ന കാരണത്താൽ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല. സെക്യൂരിറ്റി സ്കൂളിൻ്റെ ഗേറ്റ് അടച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന വിവരങ്ങൾ, ഈ അധ്യാപിക സ്കൂളിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് സുരക്ഷാ ജീവനക്കാരൻ ഗേറ്റ് അടയ്ക്കുകയായിരുന്നു. ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ ഇവിടേക്ക് കയറ്റണ്ട എന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ സ്കൂളിൻ്റെ മാനേജർ പിരിച്ചുവിട്ടു. അതേസമയം തന്നെ പ്രഥമ അധ്യാപിക മാനേജർക്കെതിരെയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. മാനേജർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മാനേജറുടെ ഇടപെടൽ ജോലിക്ക് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, കുറച്ച് അധ്യാപകരെല്ലാം കൂടെ ചേർന്ന് കേസ് കൊടുത്തിട്ട് സ്കൂളിൻ്റെ പ്രവൃത്തി സമയത്ത് ഈ മാനേജർക്ക് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ വരുന്നതിന് കോടതി വിലക്ക് വരെ ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ള വാർത്തകൾ വരെ വരുന്നുണ്ട്. ഒപ്പം തന്നെ അതിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട്. അതെ, ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസ് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ കേസും എടുത്തിട്ടുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ വളരെ അസ്വസ്ഥതപ്പെടുത്തുന്നതായിരുന്നു. കാരണം ഒരു സ്കൂളിൻ്റെ പ്രഥമ അധ്യാപിക ചുരിദാർ ധരിച്ചു വന്നു എന്ന കാരണത്താൽ സ്കൂളിൻ്റെ ഗേറ്റിൽ ഇങ്ങനെ അവർ തടയപ്പെടുന്നു. കുട്ടികൾക്ക് കൊടുക്കാനുള്ള മുട്ട ഉൾപ്പെടെയുള്ള വലിയൊരു ട്രേയും കൊണ്ടൊക്കെയാണ് ഇവർ ഇങ്ങനെ ഈ തറയിൽ ഇരിക്കേണ്ടി വരുന്നത്. ദൃശ്യങ്ങളിൽ കാണാം കുട്ടികൾ ഇങ്ങനെ സ്കൂളിലേക്ക് കയറി പോകുന്നതൊക്കെ കാണാം. ആ സമയത്താണ് ഈ അധ്യാപിക അവിടെ ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ചുരിദാർ ഇട്ട് വന്നതുകൊണ്ട് അകത്ത് കയറാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ലഭിച്ചതോടെ ആ അധ്യാപിക അവിടെ ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണാം നമുക്ക്. അത് മാത്രമല്ല, ആ സ്കൂളിലെ പ്രഥമ അധ്യാപികയെ കുട്ടികളുടെ മുമ്പിൽ കുട്ടികൾ അങ്ങനെ കാണുന്നതിൽ ഉള്ളൊരു ശരി തെറ്റുകളൊക്കെ കുറിച്ച് നമ്മൾ കാരണം അല്ലേ, കുട്ടികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ വഴക്കുണ്ടാകുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് പരിഹരിക്കുന്നവരാണ് അധ്യാപകർ. അങ്ങനെ മുതിർന്ന ആ സ്കൂളിലെ തന്നെ മുതിർന്ന ആളുകൾ തമ്മിൽ ഉള്ളൊരു സംഘർഷം, കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ ഈ ഒരു അധ്യാപികയ്ക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്തായാലും പബ്ലിക് പൾസ് ഇന്ന് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നിരവധി പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ആളുകൾ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ഓരോന്നായി കേൾക്കാം. ആദ്യം തന്നെ ഒരു പ്രേക്ഷകൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു പ്രതികരണം എടുത്ത് അയച്ചു തന്നിരുന്നു. ആ പ്രതികരണം ആദ്യം കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് അനുരാജ്. ഞാൻ കൊട്ടാരക്കര മാറനാട് സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടിയ ഒരു കാഴ്ചയാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഥമ അധ്യാപിക താൻ ചുരിദാർ വസ്ത്രം ധരിച്ചു വന്നതിൻ്റെ പേരിൽ മാനേജറുടെ നിർദ്ദേശപ്രകാരം സെക്യൂരിറ്റി ജീവനക്കാരൻ പരുഷമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ സ്കൂൾ ഗേറ്റിന് പുറത്തേക്ക് നിർത്തുന്ന ഒരു കാഴ്ച. വളരെ വിഷമത്തോടെയാണ് ഇത് കണ്ടത്. ആർക്കാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത്? നിരവധിയായ കുഞ്ഞുങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപികയ്ക്ക്, ഒരു വിദ്യാഭ്യാസ സ്ഥാപന മേധാവിയിൽ നിന്നാണ് ഈ ദുരനുഭവം ഏൽക്കേണ്ടി വരുന്നത്. എന്ത് സന്ദേശമാണ് ഈ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപന ഉടമ തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകുന്നത്, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് നൽകുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാർ എയ്ഡഡ് സ്കൂളാണ് EVHS. സർക്കാർ വിദ്യാലയങ്ങൾക്ക് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഗവൺമെൻറ് ഉത്തരവുകളും പാലിക്കുവാൻ ബാധ്യത ഈ സ്ഥാപനത്തിനുമുണ്ട്. എവിടെയാണ് ഈ ഉത്തരവുകൾ അല്ലെങ്കിൽ ഈ പ്രോട്ടോകോൾ ലംഘിക്കപ്പെട്ടത്? വളരെ വിശദമായി അന്വേഷിക്കണം. വിശദമായ ഒരു അന്വേഷണം സർക്കാരിൻ്റെ ഉന്നത ശ്രേണിയിൽപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിൽ, ചുമതലയിൽ നടക്കണം. ഈ തെറ്റായ രീതി അവസാനിപ്പിക്കണം. ഇത് ഒറ്റപ്പെട്ട സംഭവമായി ഞാൻ കാണുന്നില്ല. കാരണം ഇത് ആ ടീച്ചറുടെ കൃത്യമായ സമയത്തുള്ള പ്രതികരണം വന്നതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം പുറത്തേക്ക് വന്നത്. ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയാത്ത, പ്രതികരണം പുറത്തു വരാത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ, കൃത്യമായ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ ഗവൺമെൻറ് ചെയ്യുവാനായിട്ട് തയ്യാറാകണം. ടീച്ചറുടെ പോരാട്ടങ്ങൾക്കൊപ്പം ഈ പൊതുസമൂഹത്തോടൊപ്പം നിലകൊള്ളുന്നു.
എന്തായാലും അനുരാജ് എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ പ്രതികരണം വളരെ വ്യക്തമാണ്. ആ ടീച്ചർക്കൊപ്പമാണ് അദ്ദേഹം നിലയുറപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു നടൻ കൂടിയൊക്കെയാണ്, ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നതുപോലെ പ്രേക്ഷകർക്കും അയച്ചു തരാവുന്നതാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് വിഷയങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിൽ എന്ത് വിഷയത്തിലാണ് പ്രതികരണം ആരായുന്നത് എന്ന് ചോദിച്ച് നമ്മളൊരു കാർഡ് പോസ്റ്റ് ചെയ്യും. എന്തായാലും അങ്ങനെ വന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അടുത്തത് ഒരു പ്രേക്ഷകയുടെ പ്രതികരണമാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള. നമുക്ക് അതുകൂടെ കാണാം. പണ്ട് തൊട്ട് നമ്മൾ അധ്യാപകർക്ക് അങ്ങനത്തെ ഒരു രീതിയും ഇല്ലായിരുന്നു. അവർ ചുരിദാറൊക്കെ ഇട്ട് അവർക്ക് ഇഷ്ടമുള്ള വേഷം അണിഞ്ഞും അങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ പുതിയ റൂളൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ മോശം ഇതാണ്. പിന്നെ ഇക്കാലത്തൊക്കെ ഇതൊക്കെ പിന്തുടരണമെന്ന് പറഞ്ഞപ്പം വളരെ എനിക്ക് ഒരുമാതിരിയാണ് തോന്നിയത്. എന്നുവെച്ചാൽ സാധാരണ അധ്യാപകരൊക്കെ നമ്മൾ പഠിച്ചപ്പോഴും അവർക്ക് ഇഷ്ടമുള്ളതും സാരിയും എല്ലാം. അപ്പം ഇത് അവർക്ക് ചിലർ പറയുന്നത് അധ്യാപകർ മാതൃകയായിരിക്കണം, അതുകൊണ്ട് അവർ സാരി ആയിരിക്കണം എന്നൊക്കെയാണ്. അതിൽ ഈ വസ്ത്രത്തിൽ പറയുമ്പം വസ്ത്രവും അവർക്ക് ഇഷ്ടമുള്ളത് അവരെ ഒരു ഇതല്ലേ. അപ്പം മാതൃക എന്ന് പറയുമ്പം ധരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഇതല്ലേ. അപ്പോൾ ചുരിദാർ ഒരു ധരിച്ചാൽ ഒരു തെറ്റുമില്ല. പഠിപ്പിച്ചാൽ മതി അല്ലേ? പഠിപ്പിച്ചാൽ മതി. ഒരു ചുരിദാർ ഏത് ഡ്രസ്സ് ഇടണമെന്ന് അവർ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മാതൃകയാക്കുന്ന അധ്യാപകർ സാരി ആയാലും ചുരിദാർ ആയാലും ഒരു കുഴപ്പമില്ല. പഠിപ്പിക്കുന്നത് അവർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നത് അതൊക്കെ ഒരു പോയിന്റ് ഇല്ലാത്ത കാര്യമാണ്. ഈ സമൂഹത്തിൽ ചേർന്നതല്ല, അതൊന്നും ഒട്ടും ചേർന്നതല്ല. അത് 2026 നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ നമ്മൾ യോജിക്കുന്നതുമില്ല. അവർ അവരുടെ ഇഷ്ടമുള്ള ഡ്രസ്സല്ലേ, അവർ അത് ധരിച്ചോട്ടെ. കുഴപ്പമില്ല. മാതൃക വേണ്ട അധ്യാപകർ എന്ത് ധരിച്ചാലും നമുക്ക് കുഴപ്പമില്ല. അവർ ഡ്രസ്സ് ഇടുന്നുണ്ടല്ലോ. അതാണ് ആ പെൺകുട്ടികളുടെ ആ പ്രതികരണം. ഈ 2026 ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് വളരെ ശരിയാണ്. അത് മാത്രമല്ല, അവർ പറഞ്ഞതുപോലെ ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളതല്ലല്ലോ. ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ വരുന്നു, പഠിപ്പിക്കുന്നു, അല്ലാതെ അതിൽ അവരുടെ ഡ്രസ്സിങ്ങിലല്ലല്ലോ കാര്യം എന്നുള്ളതാണ് ആ കുട്ടികൾ പറഞ്ഞത്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് പാരിപ്പള്ളിയിൽ നിന്ന് വിമൽ കുമാർ എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വിമൽ കുമാർ, സ്വാഗതം പബ്ലിക് പൾസിലേക്ക്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നറിയാം. പാരിപ്പള്ളി എന്നൊക്കെ പറയുമ്പോൾ കൊട്ടാരക്കരയ്ക്കൊക്കെ അടുത്താണല്ലോ. നിങ്ങൾ ഒരേ ജില്ലക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് വിമൽ? ഞാൻ ഈ വിഷയം കേട്ട് വളരെ സങ്കടകരമായിട്ട് എനിക്ക് തോന്നി. കാരണം കുറെ കാലങ്ങളായി ടീച്ചേഴ്സ് ഈ ഒരു മേഖലയിൽ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വളരെ ഒരു കാലഹരണപ്പെട്ട ഒരു നിയമമാണ് സാരി മാത്രം ഉടുത്തുകൊണ്ട് ക്ലാസ്സിൽ പോയാലേ ടീച്ചർ ആവൂ എന്നുള്ളത്. ഒരു കാലഹരണപ്പെട്ട ഒരു അവസ്ഥയാണത്. മാറേണ്ട ഒരു കാലം ആയിക്കഴിഞ്ഞു. പക്ഷെ പലരും ഈ പറയുന്ന ഈ വാർത്ത കാണുമ്പോൾ തന്നെ വളരെ സങ്കടം തോന്നി. ടീച്ചർ ഇതുപോലെ ഗേറ്റിന് വെളിയിട്ട് പൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു രീതി തന്നെയാണ് ആ ടീച്ചറിന്റെ കാണിച്ചത് പോലും. അപ്പൊ BEd പഠിക്കുന്ന കാലത്തെ എന്നെ പോലുള്ള അധ്യാപകരെ കൂടുതൽ ശ്രദ്ധിച്ചൊരു മേഖലയാണ് ഈ പാവപ്പെട്ട ഈ പെൺകുട്ടികള് സാരി ഉടുക്കാനുള്ള ബുദ്ധിമുട്ട്, അത് ഉടുത്തുകൊണ്ട് പഠിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇന്ന് അധ്യാപക മേഖലയിൽ എല്ലാ ടീച്ചേഴ്സും ഇത് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മാറുക തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, വളരെ വ്യക്തമാണ് വിമലിൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു വിമൽ ഒരു അധ്യാപകനാണെന്ന് തോന്നുന്നു. കാരണം BEd ഒക്കെ പഠിച്ച സമയത്ത് പെൺകുട്ടികൾ നേരിട്ടിരുന്ന ഒരു പ്രശ്നമാണ് സാരി ഉടുത്തുകൊണ്ട് വരിക എന്നുള്ള ഒരു പ്രശ്നമുണ്ടായി എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിട്ട് അവർ പറയുന്നുണ്ട്. എന്തായാലും അത് ഒരു മുൻ അധ്യാപിക കൂടിയായ ഒരു പ്രേക്ഷകയുടെ പ്രതികരണമാണ്. അതിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. ഇപ്പോഴത്തെ അധ്യാപകർ ചുരിദാർ ഇട്ടിട്ടൊക്കെ പോകാറുണ്ട്. ഡ്രസ്സ് മറിഞ്ഞ് നിൽക്കുമല്ലോ, ദേഹം മുഴുക്കെ മറിഞ്ഞ് നിൽക്കും. സാരി ആണെങ്കിൽ അത് പറ്റില്ല. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ അത് എളുപ്പം എടുത്തിട്ടുണ്ട് പോകാനായിട്ടൊക്കെ എളുപ്പത്തിലാണ് അവർ ചുരിദാർ ധരിക്കുന്നത്. ഇത് എളുപ്പമുണ്ട്. പിള്ളേർക്ക് പെട്ടെന്ന് എടുത്ത് ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർ ചുരിദാർ സാരി എടുത്തുകൊണ്ട് പോകുമോ? അവർക്ക് ഇങ്ങനത്തെ ഡ്രസ്സല്ലേ ഇഷ്ടം. അതുകൊണ്ട് അവർ ചുരിദാറിൽ തന്നെ ഇട്ടുകൊണ്ട് പോവേ. പാൻറ് ഷർട്ടും ഇപ്പോഴത്തെ വേഷങ്ങളൊക്കെ അറിയല്ല. അവർ എല്ലാവരും പോലെ മറ്റുള്ള രീതിയിൽ ധരിക്കുന്നുണ്ട്. അതെ, എല്ലാവരും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അറിയാമല്ലോ, എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വേഷങ്ങൾ ധരിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏത് രീതിയിലാണ് സമൂഹം ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നതെന്നുള്ളത്.
ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാനൊരു 10-18 വർഷങ്ങൾക്കൊക്കെ മുമ്പ് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ ടീച്ചർമാരെല്ലാവരും സാരി തന്നെയായിരുന്നു ഉടുക്കുന്നത്. അതിനുശേഷമാണ്, ഞാനൊക്കെ പഠിച്ചിറങ്ങിയ ശേഷമാണ് ഈ സർക്കാരിൻ്റെ ഒരു ഉത്തരവൊക്കെ വന്നിട്ട് അധ്യാപികമാർക്ക് സ്കൂളുകളിൽ ചുരിദാർ കൂടി ഉപയോഗിക്കാം, ഇട്ടുകൊണ്ട് വരാം എന്നുള്ളൊരു ഉത്തരവ് വന്നത്. അന്ന് രസകരമായൊരു സംഗതി, ഈ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ, സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെക്കുന്ന ദിവസത്തിൽ ഈ ടീച്ചർമാരൊക്കെ ചുരിദാർ ഇട്ടുകൊണ്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, അതായത് ഒരു അക്കാഡമിക് ക്ലാസ് ഇല്ലാത്ത, അതെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെയായിരുന്നു ചുരിദാറൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു വന്നിരുന്നത്. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. അപ്പം ചിലപ്പോൾ കുട്ടികളൊക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ തമ്മിൽ പറയാറുണ്ട്, ഇന്ന ടീച്ചർ ചുരിദാർ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ചുകൂടെ കൗതുകം ഒരു പക്ഷേ ഇന്ന് ടീച്ചർ സാരി ഉടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ എന്ന് പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടെ കൗതുകം എന്നാണ് എനിക്ക്, എൻ്റെ ഒരു വിലയിരുത്തലാണ്. അത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് അറിയില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അധ്യാപകർക്ക്, അതായത് പുരുഷന്മാരായ അധ്യാപകർക്ക് അവർക്ക് പാൻറ്റും ഷർട്ടും ഇടാം, ഷർട്ടും മുണ്ടുമാകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അതുപോലെ ഈ NCCയുടെയൊക്കെ ക്യാമ്പുകളുള്ള ദിവസം ചില അധ്യാപകർ, ഈ പുരുഷന്മാരായ അധ്യാപകർ ഈ ഷോർട്സൊക്കെ ഇട്ടിട്ട്, എന്താ പറയുന്നത്, നമ്മുടെ ഈ ബർമുഡ എന്നൊക്കെ പറയുന്നത് ഇട്ടിട്ട് ക്യാമ്പിലൊക്കെ വരികയും ഒക്കെ ചെയ്തതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു പ്രതികരണം കൂടെ നമുക്ക് കണ്ടിട്ട് തിരികെ വരാം. വസ്ത്രങ്ങളൊക്കെ അവർക്ക് സൗകര്യപ്രദമായ നിലയിലുള്ള വസ്ത്രമുണ്ട്. ഓരോ മാനേജ്മെൻറ്റിനും അതിൻ്റേതായ ഇതുണ്ടല്ലോ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹികമായ ഒരു ജീവിതം ഇതുണ്ടല്ലോ. അപ്പോൾ മനുഷ്യന് ഉതകുന്നതായ വസ്ത്രങ്ങൾ ധരിക്കുക എല്ലാവരും. അധികം നമ്മൾ കേരളത്തിലേക്ക് അധികം കണ്ടുവരുന്ന ചുരിദാറാണല്ലോ. അതൊക്കെ ധരിക്കുന്നവരുണ്ട്. പിന്നെ അത് ധരിക്കുന്നവരാണ് അധികവും, ചുരിദാർ ധരിക്കുന്നവരാണ് അധികവും, കുട്ടികൾ മൊത്തം ധരിക്കുന്നവരാണ് അധികവും. അത് ചുരിദാറൊക്കെ ഒരു ഫുൾ വസ്ത്രം വെച്ചാൽ അവർക്ക് നല്ല വസ്ത്രമാണ് അത് ചുരിദാർ. നമുക്ക് ശരീരം മൊത്തവും മറയ്ക്കുന്ന പോലത്തെ വസ്ത്രമാണ് ചുരിദാർ എന്ന് പറഞ്ഞ വസ്ത്രം. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുമുണ്ട്. അതൊരു മതത്തിൻ്റെ വസ്ത്രം പോലും അല്ല. അത് ചുരിദാർ നല്ലതുപോലെ നമുക്ക് ധരിക്കാൻ പറ്റുന്ന ഒരു ഇതുമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്, അവരവർക്ക് കംഫർട്ടായ ഡ്രസ്സ് ധരിക്കുക എന്നുള്ള. അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ ചുരിദാർ എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ ഡ്രസ്സാണ്. അതിപ്പം ഏത് പ്രായത്തിലുള്ള ആളുകളും ഇപ്പോൾ ഇടുന്നൊരു വേഷം തന്നെയാണ് ഈ ചുരിദാർ എന്നുള്ളത്. അപ്പോൾ ഈ അധ്യാപിക ആയതുകൊണ്ട് സാരി ഉടുത്ത് വരണം എന്നുള്ളൊരു നിയമമൊന്നുമില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ടീച്ചർമാരും ഈ ചുരിദാർ ഇട്ട് തന്നെയാണ് സ്കൂളുകളിൽ പോകുന്നത്. വളരെ ചുരുക്കം മാത്രമാണ് ഈ സാരി ഉടുക്കുന്നത്. ഈ പറഞ്ഞാൽ എന്തെങ്കിലും പരിപാടികൾക്കോ അല്ലെങ്കിൽ അങ്ങനെ PTA മീറ്റിംഗ് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ദിവസങ്ങൾ മാത്രമായിരിക്കും അവർ സാരി ഉടുക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ചുരിദാർ ധരിച്ചു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചുരിദാർ ധരിച്ചു എന്ന് കരുതി അവരെ സ്കൂളിൽ കയറ്റാൻ പാടില്ല എന്നുള്ളതൊക്കെ വളരെ വിചിത്രമായ ഒരു സംഭവം തന്നെയാണ്. എന്തായാലും എനിക്കൊന്ന് അധ്യാപിക നിയമ നടപടിയെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അവർ അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് അധ്യാപിക ഇന്ന് പലതവണ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്. അതുമാത്രമല്ല, അവരവരുടെ ജോലി ചെയ്യാൻ വരുമ്പോൾ ഇന്ന വസ്ത്രമേ ധരിക്കാവൂ എന്ന് തടയുന്നതിനോട് യോജിപ്പില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് വളരെ പെട്ടെന്ന് തോന്നുന്നത്, ഈ അധ്യാപിക ഇങ്ങനെ തടയുമ്പോൾ ഈ മാനേജർ എവിടെയെങ്കിലും പ്രതികരിച്ച് കണ്ടതായി വളരെ പെട്ടെന്ന് തോന്നുന്നില്ല. ആദ്യം ഒരു ആരോപണമായി അദ്ദേഹം ഉന്നയിച്ചത് ഈ ടീച്ചർ സമയത്ത് വരുന്നില്ലെന്നാണ്. ഞാനിന്ന് പത്രങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ 9 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. 10 മണിക്കാണ് സാധാരണ സ്കൂൾ ടൈം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, വൈകിട്ടില്ല എന്ന് മാത്രമല്ല, ആ ടീച്ചറിൻ്റെ കയ്യിൽ നിറയെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള മുട്ടയും പിന്നെ IT എക്സാമാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പ്രാക്ടിക്കലിൻ്റെ എക്സാമാണ്, 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയുണ്ട്, അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നൊക്കെ തുടങ്ങിയ പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒരു പ്രതികരണം കൂടെ കണ്ടിട്ട് തിരികെ വരാം. സാമാന്യം കുഴപ്പമില്ലാത്ത വസ്ത്രം ധരിച്ച്, അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിച്ച് എന്തായാലും ചെന്ന് ക്ലാസ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അതായത് മാനേജ്മെൻറ്റുകൾ ഇപ്പോഴും മറ്റേ പ്രാചീന ചിന്താഗതിയിൽ നിന്ന് കാര്യമില്ല, പുതിയ ചിന്താഗതിയിലോട്ട് വരണം. അല്ലാതെ ഒരു സ്ട്രെസ്സ് കൊടുത്തിട്ട് അധ്യാപകർ പിള്ളേരെ പഠിപ്പിച്ചാൽ അതും ശരിയാവില്ല. അപ്പോൾ അവരും സന്തോഷമായിരിക്കണം, പിള്ളേരും സന്തോഷമായിരിക്കണം. അല്ലാതെ വസ്ത്രത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിൽ നിന്നും വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്കറിയാലോ, ഒരു അധ്യാപകർ എന്ന് വെച്ചാൽ സാമാന്യം ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡ്രസ്സിൽ എന്തായാലും അവർ വരും. ചുരിദാർ ധരിച്ചു എന്ന് പറഞ്ഞാൽ അവർ പുറത്താക്കുന്നതൊക്കെ ശരിയായ ചിന്താഗതിയൊന്നുമല്ല. അതാണ്, വേഷത്തിൻ്റെ പേരിൽ പുറത്താക്കുന്നത് നല്ല ചിന്താഗതിയല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ്
ഇക്കാര്യത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ്, കാരണം കുട്ടികൾ പോകുന്ന ഒരു സമയം, കുട്ടികളെ പഠിപ്പിക്കേണ്ട ടീച്ചറാണ്, സ്കൂളിലെ പ്രധാന അധ്യാപിക, ആ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. അതും ഈ ഒരു കാരണം പറഞ്ഞു, വേഷം ധരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ തടയുന്ന ഒരു ദൃശ്യങ്ങളൊക്കെയാണ് ഇന്നലെ മുതൽ പ്രചരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ കുറേ കൂടെ വ്യക്തത വരാനുണ്ടെന്ന് തോന്നുന്നു. കാരണം ആ തടഞ്ഞ സുരക്ഷാ ജീവനക്കാരനെതിരെ ഇന്ന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ആ സുരക്ഷാ ജീവനക്കാരൻ പറയുന്നത് മാനേജർ നിർദ്ദേശിച്ച പ്രകാരമാണ് ഞാൻ ആ ടീച്ചറിനെ തടഞ്ഞത് എന്ന് അയാൾ പറയുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടെന്ന് ആ ടീച്ചറും പറയുന്നുണ്ട്. ഈ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ചുരിദാർ ധരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഇങ്ങോട്ട് കയറ്റി വിടരുത് എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ഇന്ന് ഈ സ്കൂൾ മാനേജർ അയാളെ, ആ സെക്യൂരിറ്റി സുരക്ഷാ ജീവനക്കാരനെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇവരെന്താണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പറഞ്ഞിട്ടാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അത് ചെയ്തത് എന്നുള്ളതും കൂടിയാണ് പറയുന്നത്. എന്നിട്ടും ആൾക്ക് നേരെയാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. അതെ, എന്തായാലും വളരെ കൗതുകകരമായും തോന്നുന്നു ഒരു സമയത്ത്. പക്ഷേ ഇത് വളരെ ജാഗ്രതാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ചില ആളുകളുടെ ചില കമൻറ്റുകളിലൊക്കെ ഞാൻ വായിച്ചു, IT സെക്ടറിലുള്ളവർ ചുരിദാർ ഇട്ടും സാരി ഉടുത്തുമൊക്കെ ജോലിക്ക് പോകുന്നില്ലേ, IAS ഉദ്യോഗസ്ഥർ അങ്ങനെ പോകുന്നില്ലേ, മറ്റ് വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ത്രീകൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ചുരിദാറാണ്. അപ്പോൾ അങ്ങനെയുള്ള പല പ്രതികരണങ്ങളും അല്ലെങ്കിൽ കമൻറ്റുകളും ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ കണ്ടു. ഇനി ഒരു പ്രേക്ഷകയുടെ പ്രതികരണം കൂടെ കണ്ടിട്ട് തിരികെ വരാം. ആ സ്കൂളിൽ ഓൾറെഡി അങ്ങനെ ഒരു നിയമം ഉണ്ട് എങ്കിൽ അത് ഫോളോ ചെയ്യണം. അത് അവർ ഓൾറെഡി ജോയിൻ ചെയ്യുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് എന്ന്, അതിൻ്റെ ആ ഒരു ഇതിനെ തുടർന്നാണ് അവർ ജോയിൻ ചെയ്തതെങ്കിൽ. ഇല്ലാത്ത പക്ഷം അവരത് എഗ്രി ചെയ്താണ് മുമ്പോട്ട് പോയതെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ല. അതേ സമയത്ത് ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഏത് വസ്ത്രം ധരിക്കുക എന്നുള്ളത്. അത് വേറൊരാൾക്ക് കൈയെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചില സ്കൂളുകളിൽ ഓൾറെഡി അങ്ങനെ സാരിയാണ് ഇവിടുത്തെ യൂണിഫോം, എല്ലാ ടീച്ചേഴ്സും സാരി തന്നെ ധരിക്കണം എന്ന് പറഞ്ഞാണ് ഉള്ളത്. അപ്പം അത് പറ്റാത്തവർ അവിടെ ജോയിൻ ചെയ്യാറില്ല. ഇപ്പം എല്ലാവരും കംഫർട്ടബിൾ അല്ല ഈ പറയുന്ന പോലെ സാരി ധരിക്കുക എന്നുള്ളത്. മറ്റു ചിലയിടത്ത് അത് ഒരു പ്രോബ്ലം ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിനെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അതിലൊരു നമ്മൾ ഫോളോ ചെയ്യണമല്ലോ. ഒരു ഓർഗനൈസേഷനിൽ അത് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ. ഞാൻ ഇപ്പോൾ ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത്. എനിക്ക് സാരിയാണ് ഇഷ്ടം. പറ്റുന്നിടത്ത് ഞാൻ സാരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെ, എനിക്ക് സാരിയാണ് ഇഷ്ടം. ഇപ്പോൾ ഞാൻ ചുരിദാറാണ് ധരിച്ചിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള അപ്പോഴൊക്കെ സാരി ഉടുക്കാറുണ്ട്. ഇഷ്ടമുള്ള വസ്ത്രമാണ് അവർ ധരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായത്. അതുപോലെ തന്നെ അവർ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ആ സ്കൂളിൽ ഇനി അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ അതവർ ഫോളോ ചെയ്യണമെന്നാണ്. പക്ഷേ സ്കൂളിൽ അങ്ങനെ ഒരു നിയമമില്ല. കാരണം അതൊരു എയ്ഡഡ് സ്കൂളാണ്. ഗവൺമെൻറ്റിൻ്റെ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന അധ്യാപകരുള്ള ഒരു സ്കൂളാണ്. അവിടെ കേരള സർക്കാർ പറയുന്ന കാര്യങ്ങളാണ് നടപ്പാക്കേണ്ടത്. അതാണ് നിയമം. അങ്ങനെ ഒരു നിയമമില്ല. അതായത് സ്കൂളിൽ സാരി ഉടുത്തേ അധ്യാപികമാർ വരാവൂ എന്നുള്ളൊരു നിയമം ഇല്ല. അത് ഇതിനു മുമ്പ് തന്നെ നേരത്തെ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ചട്ടം ഉണ്ടായിരുന്നു. അധ്യാപികമാർ സ്കൂളിൽ സാരി ഉടുത്ത് വരണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയില്ല, ചുരിദാർ ഇട്ട് വരാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചട്ടവും നിയമവും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചില CBSE സ്കൂളുകളിലൊക്കെ അധ്യാപികമാർ നിർബന്ധമായും സാരി ഉടുത്ത് വരണം എന്ന് അവർ പറയാറുണ്ട്. സത്യത്തിൽ അവിടെ സർക്കാരിനുള്ളൊരു നിയന്ത്രണം ഒരുപക്ഷെ കുറവായതുകൊണ്ടായിരിക്കാം. അത് മാത്രമല്ല, ഒരു CBSE സ്കൂളിന് പൊതുവേ അധ്യാപികർക്ക് യൂണിഫോം ഒക്കെ ഉള്ള രീതികളൊക്കെ ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. ഓവർകോട്ടൊക്കെ ഇട്ട് വരുന്ന ചില രീതികളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അത് അവരുടെ ഒരു ഡ്രസ് കോഡിന്റെ ഭാഗമാകാം. പക്ഷേ ഇതൊരു എയ്ഡഡ് സ്കൂളാണ്. മാത്രമല്ല, ഇതിനു മുൻപ് ഇത്തരത്തിൽ അധ്യാപികമാർ ഇങ്ങനെ നേടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള ഈ പ്രധാന അധ്യാപിക പറയുന്നു. ഇതുപോലെ ചുരിദാർ ഇട്ട് വരുമ്പോഴും ഈ സെക്യൂരിറ്റിയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ മോശമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പാണ് അവിടെ അങ്ങനെ ഒരു നിയമം ഇല്ല എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ ഉറപ്പായും ഇവർ അത് പാലിക്കുക തന്നെ ചെയ്യുമല്ലോ. അതെ. ഒരാളുടെ പ്രതികരണം, ഒരു പ്രേക്ഷകയുടെ പ്രതികരണം കൂടെ കണ്ടിട്ട് മടങ്ങി വരാം. 82 വരെ ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം പോയ ഒരു വ്യക്തിയാണ്. പക്ഷേ അന്നൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സും സാർമാരും എല്ലാ അധ്യാപകരും മുണ്ടൊക്കെയാണ് കൊടുത്തുകൊണ്ട് വരുന്നതും സാരിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ആ കാലഘട്ടങ്ങളൊക്കെ മാറി. ഇപ്പോൾ ആർക്ക് ടീച്ചർ ഇപ്പം ചുരിദാർ ഇട്ടെന്ന് പറഞ്ഞിട്ട് അവർ എന്താ പറയില്ല, മാനം മറിച്ചാണ് അവർ വന്നത്. മനസ്സിലായോ? അപ്പോൾ അതൊരു തെറ്റല്ല. അവർ മിടിയും ടോപ്പും അല്ലല്ലോ ഇട്ടുകൊണ്ട് വന്നത്, ശരീരം മറച്ചല്ലേ വന്നത്, ഫുൾ ഡ്രസ്സോട് കൂടിയാണല്ലോ വന്നത്. അപ്പോൾ അതിന് ആ ടീച്ചറിനെ ഇത്രയും അപകീർത്തിപ്പെടുത്തിയത് അവർക്കെതിരെ നടപടിയെടുക്കണം.
മിഡിയും ടോപ്പ് ഇട്ടുണ്ടോന്ന് വിദ്യാർത്ഥികൾക്ക് ഇടാം, ടീച്ചേഴ്സിന് ഇടാൻ പാടില്ല. സ്കൂൾ വർക്ക് ടൈമിൽ മിഡിയും ടോപ്പ് ഇടാൻ പാടില്ല. അതെന്താ പ്രശ്നം? അധ്യാപികയല്ലേ അവർ, അധ്യാപികയാണ്, അപ്പോൾ അത് ഇടാൻ പാടില്ല. ബാക്കി അവർക്ക് ചുരിദാർ ഇടാം, ചുരിദാർ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, അത് തെറ്റായിട്ട് ഒന്നും തോന്നുന്നില്ല. ചേച്ചി ഒരു ഡ്രസ്സിന്റെയും കാര്യം കൂടി പറയുന്നുണ്ട്. മിഡിയും ടോപ്പ് ഇടാൻ പാടില്ല, ചുരിദാർ ഇടാം, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചുരിദാർ ഇട്ട് വന്നു, അതെ, സാരി ഉടുക്കണം. ചുരിദാർ ഇട്ട് വന്നു എന്ന് വിചാരിച്ച് അങ്ങനെ തടയാനും പാടില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞു. പക്ഷെ ഒരു ഡ്രസ്സിന്റെ കാര്യം കൂടി ചേച്ചി പറഞ്ഞു. മിഡിയും ടോപ്പും കുട്ടികൾക്കിടാം, അധ്യാപികർക്ക് ഇടാൻ പാടില്ല. ഇനിയും കുട്ടികളെയും അധ്യാപകരെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ പോയാലോ എന്നുള്ളൊരു കൗതുകം കൊണ്ടാണെന്ന് തോന്നുന്ന ചേച്ചി അങ്ങനെ പറഞ്ഞത്. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഇങ്ങനെ വന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് പല തീരുമാനങ്ങളും അല്ലെങ്കിൽ പല മാറ്റങ്ങളും വന്നാണ് നമ്മളിങ്ങനെ മുമ്പോട്ട് വന്നത്. ശരിക്കും നഴ്സുമാർ മുമ്പ് സാരിയായിരുന്നു ഉടുത്തുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പോൾ പക്ഷേ അവരുടെ ജോലിയുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ കണക്കിലെടുത്ത് അവർ ഇപ്പോൾ സാരി അല്ലല്ലോ ഉടുക്കുന്നത് അല്ലേ. അത് ഒരു പാൻറ്റും ഒരു ഷർട്ടും പോലത്തെ ഒരു കാര്യം, ഒരു ഡ്രസ് കോഡിലേക്ക് അവർ ശരിക്കും മാറിയിട്ടുണ്ട്. കാരണം അവർക്കതായിരിക്കും കൂടുതൽ കംഫർട്ട് കൊടുക്കുന്നത്, സ്വാഭാവികമാണ്. അതുപോലെ തന്നെ KSRTC ബസ്സിൽ കണ്ടക്ടർമാരായിട്ടുള്ള വനിതാ ജീവനക്കാരുണ്ടല്ലോ, അതെ, അവർ ഈ പ്രോട്ടോക്കോൾ അനുസരിച്ച് സാരി ഉടുത്തുകൊണ്ടല്ലല്ലോ കണ്ടക്ടർമാരായിട്ട് ജോലി ചെയ്യുന്നത്. അവർ മിക്കവാറും ഉള്ളവരൊക്കെ ചുരിദാറാണ്. ചിലർ ഷർട്ട് ഇട്ടിട്ട് വർക്ക് ചെയ്യുന്ന, ഷർട്ടും കോട്ടും ഇട്ടിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ രണ്ട് പോക്കറ്റൊക്കെ ഉള്ള, അതെ അതിനകത്ത് നിന്ന് ചില്ലറയൊക്കെ എടുക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ശരിക്കും ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ കംഫർട്ടിന് ഇണങ്ങുന്ന രീതിയിലുള്ള വസ്ത്രധാരണം എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെയാണ് ഈ ആളുകളൊക്കെ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ട്. നേരത്തെ പറഞ്ഞാൽ ഈ പുരുഷ അധ്യാപകർ ഈ വേഷത്തിൽ ഇട്ട് വരുമ്പോൾ അതൊരു ചർച്ചയാവാറില്ല. അതെ, അധ്യാപികമാർ ഇങ്ങനെ ഈ വേഷത്തിൽ വരുമ്പോഴാണ് അവിടെ ഒരു പ്രശ്നം വരുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ എന്തോ ഒരു കുഴപ്പമാണെന്ന് തോന്നുന്നു. ഒരു പ്രതികരണം കൂടെ കണ്ടിട്ട് മടങ്ങി വരാം. ചുരിദാർ ഇട്ടുകൊണ്ട് വരുന്നത് നല്ലതല്ലേ? ശരീരം മൊത്തം മറച്ചല്ലേ വരണത്. ഇപ്പോഴത്തെ ആൾക്കാർ എല്ലാവരും അറിയാമല്ലോ, തുണി ഇടാനേ എല്ലാവർക്കും മടിയാണ്. പക്ഷെ ഇപ്പം അത് ഫുള്ളായിട്ട് മറയുന്ന സംഗതിയാണ്. അത് നല്ല കാര്യമാണ്, എനിക്ക് പറയാനുള്ളത്. അധ്യാപകരായതുകൊണ്ട് സാരി ഇടുന്നത്. ഇപ്പം നമ്മൾ വലിയ പഠിക്കാൻ പോകുന്നവരൊക്കെ എല്ലാവരും ചുരിദാറല്ലേ ഇടുന്നത്. IAS പോണവരും ചുരിദാർ ഇട്ടുണ്ടല്ലോ പഠിക്കാൻ പോകുന്നത്. പിന്നെ അധ്യാപകർക്കെന്ത് അത് കാര്യമൊന്നുമില്ല. അതാണ്, എല്ലാവരും ചുരിദാർ തന്നെയാണല്ലോ ഇപ്പോൾ ഇടുന്നത്. IAS ഉൾപ്പെടെ എല്ലാ ആളുകളും, അതായത് ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇപ്പോൾ ചുരിദാറല്ലേ ഇടുന്നത്. പിന്നെ എന്തുകൊണ്ട് അധ്യാപകർക്ക് പറ്റില്ല എന്നുള്ള കാര്യമാണ് ആ ചേട്ടൻ പറയുന്നത്. അതെ, അധ്യാപകർ സാരി ഉടുത്തേ വരാവൂ എന്ന് ആരോ എന്താ പറയുന്നത്, ഒരു അലിഖിത നിയമം ഉള്ളതുപോലെ. നേരത്തെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറി. അതങ്ങനെയല്ല. എല്ലാവർക്കും ചുരിദാറോ സാരിയോ ഒക്കെ കഴിയാത്തവരാണ് ഇപ്പോഴും ഉള്ളത് എന്ന് തോന്നുന്നു. എനിക്ക് വളരെ രസകരമായി തോന്നുന്നു. ഇപ്പോൾ എന്തായാലും ചുരിദാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പം മുമ്പ് അധ്യാപികമാർ സാരിയാണ് ഉടുത്തിരുന്നത്, ഇപ്പോൾ അവർക്ക് ചുരിദാറൊക്കെ ഇടാമെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. മുമ്പ് പോലീസുകാരായിട്ടുള്ള വനിതാ പോലീസുകാർ എന്തായിരുന്നു അവരുടെ വേഷം? എനിക്ക് ഓർമ്മയുണ്ട്, സാരി ഉടുത്ത വനിതാ പോലീസുകാരെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴതേസമയം സാരി ഉടുത്ത വനിതാ പോലീസുകാരെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. മുമ്പ് പിന്നെ ട്രൗസർ, അതായത് നിക്കറിട്ടിട്ടുള്ള പോലീസുകാരായിരുന്നു, പുരുഷ പോലീസുകാരായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇപ്പോൾ പോലീസുകാർ നിക്കറാണോ ഉപയോഗിക്കുന്നത്, പാൻറ്റാണോ ഉപയോഗിക്കുന്നത്? അതൊക്കെ ഒരു മാറ്റമാണ്. ഒരു പക്ഷേ ഇപ്പം വനിതാ പോലീസുകാരെ സാരി ഉടുത്ത് ഞാൻ ഈ അടുത്തിടെ കണ്ടത് എന്താ, ഇടിമുട്ടി സാറാമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ ഒരു പെൺകുട്ടി ഒരു നാടോടി നൃത്തത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് ഉള്ള ഒരു പെൺകുട്ടിയാണ്, അധീന അങ്ങനെ എന്തോ ആണ് ആ കുട്ടിയുടെ പേര്. ഞാനത് വായിച്ചിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. ആ പെൺകുട്ടിയുടെ ഒരു അവതരണം, സ്റ്റേജിൽ ഒരു പെർഫോമൻസ് കണ്ടു. അതിലവർ ഒരു വനിതാ പോലീസുകാരിയായിട്ടാണ് വരുന്നത്, സാരി ഉടുത്തുകൊണ്ടാണ് വരുന്നത്. സാരി പോലെയുള്ളൊരു ഡ്രസ്സാണ്. ആ ഒരു രീതിയിലാണ്. പ്രേക്ഷകർക്ക് ഒരു പക്ഷേ അതൊന്ന് ഗൂഗിൾ ചെയ്താൽ കാണും, ഇടിമുട്ടി സാറാമാൻ അടിച്ചു കൊടുത്താൽ മതി. പണ്ടൊക്കെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ വനിതാ പോലീസുകാരൊക്കെ സാരി, പണ്ടൊക്കെ ഇതുപോലെയെന്നല്ല, പണ്ടൊക്കെ വനിതാ പോലീസുകാർ സാരി ഉടുത്ത് തന്നെയായിരുന്നു വരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. കാരണം അവരുടെ ജോബിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്
ചുരിദാറാണ്, അല്ലെങ്കിൽ പാൻറ്റും ഷർട്ടുമാണ്, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വസ്ത്രങ്ങളാണെങ്കിൽ അങ്ങനെയാണ്. ഇനിയിപ്പോൾ നൈറ്റി ഇട്ടുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ആണ് കൂടുതൽ കംഫർട്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് കരുതുകയാണ് വേണ്ടത്. നമ്മൾ ആ ജീവനക്കാരിൽ നിന്ന്, ആ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നമുക്കും അവരും കംഫർട്ടബിൾ ആയിരിക്കണം, അതിൻ്റെ സേവനം ഉപയോഗിക്കുന്നവരും കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പബ്ലിക് പൾസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതെ, ഒരു അധ്യാപകൻ്റെ കോള് കൂടി വന്നിട്ടുണ്ട്. മൃദുൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വടകരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മിഥുൽ, പേരൊരിക്കൽ കൂടെ പറയാം. മൃദുൽ, സ്വാഗതം പബ്ലിക് പൾസിലേക്ക്. ഒരു അധ്യാപകനാണ്, വടകരയിൽ നിന്ന് വിളിച്ചതിന് നന്ദി. ശ്രീ മൃദുൽ, പറയൂ, എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ? എന്റെ അഭിപ്രായത്തിൽ ഓരോരുത്തർ വസ്ത്രം ധരിക്കേണ്ടത് സ്വന്തമായിട്ടുള്ള ഇഷ്ടമല്ലേ. അതിപ്പോ ഏത് ജോലിയായാലും, പിന്നെ മോശമായിട്ട് വസ്ത്രം ധരിക്കുന്നില്ല, ഏത് വസ്ത്രം ധരിച്ചാലും അതിന് പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോ ചുരിദാറാണോ സാരിയാണോ എന്നൊക്കെയുള്ള ഓരോ ടീച്ചേഴ്സിന്റെ സ്വന്തം അഭിപ്രായമാണല്ലോ. ഓക്കെ, അപ്പോൾ ഈ പുരുഷന്മാരുടെ വേഷത്തെക്കുറിച്ച് എങ്ങും ചർച്ചയില്ല. ഈ മൃദുലൊക്കെ എങ്ങനെയാണ്, ഷർട്ടും പാൻറ്റും ആണോ, മുണ്ടും ഷർട്ടും ഒക്കെ ആണോ, എങ്ങനെയാണ് സ്കൂളിലൊക്കെ പോകുന്നത്? അധ്യാപനാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് പോകാറുള്ളത്. ഓക്കെ, ഇപ്പൊ മുണ്ട് ഷർട്ട് ആണെങ്കിൽ മുണ്ട് ഷർട്ടും ധരിക്കും, അതുപോലെ തന്നെ പെയിന്റ് കംഫർട്ട് ആകുന്ന സമയത്ത് പെയിന്റ് എടുത്ത് പോകും. അത് ഇന്ന വസ്ത്രം ധരിച്ചേ പോവാമെന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ട് വേണം സ്കൂളിൽ പോവാൻ. ഏത് തരാണെങ്കിൽ ഇന്ന തരത്തിലുള്ള വസ്ത്രം മാറ്റി ധരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഇന്നത്തെ കാലത്തിൽ നടപ്പിലാകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, വളരെ നന്ദി ശ്രീ മൃദുൽ. അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം, വടകരയിൽ നിന്നാണ് നമ്മുടെ ഈ സമയം അവസാനിക്കാറായ സമയത്ത് വിളിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ പബ്ലിക് പൾസ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റ് വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.